ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ, കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം. ഏവർക്കും നമസ്കാരം. ഇന്ന് കർക്കടകം 31, ആഗസ്റ്റ് 16. രാമായണ മാസം സമാപിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി. നമ്മുടെ ഈ ഒരു പരമ്പരയുടെ അവസാനവുമാണ്. ഈ വർഷത്തെ മലയാള വർഷത്തിലെ ഈ വർഷത്തെ അവസാനവും കൂടിയാണ്. രാമായണ പാരായണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അവസാന ദിവസം കൂടിയാണ് ഇന്ന്. വിഭീഷണ രാജ്യാഭിഷേകം, സീതാ സ്വീകാര്യം, തുടർന്ന് ശ്രീരാമൻ്റെ അയോധ്യയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുള്ള മംഗളകരമായിട്ടുള്ള ഭാഗങ്ങളും, അതിനുശേഷം ശ്രീരാമൻ രാജാവായിട്ട് അവിടെ അയോധ്യ വാഴുന്നതും വാനരാദികൾക്കുള്ള അനുഗ്രഹവും ശ്രീരാമൻ്റെ രാജ്യ ഫലവും ഫലശ്രുതിയും ഒക്കെയാണ് ഇന്നത്തെ ദിവസം വായിക്കാനുള്ളത്. മംഗളകരമായ ഭാഗമാണ്. വായന തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും, രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായോരു ലങ്കാരാജ്യമുൾപ്പുക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായാർത്തു വിളിച്ചഭിഷേകവും ചെയ്തിതു. ഭൂമിയും ചന്ദ്രദിവാകരാരാദിയും രാമകഥയുമുള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു. ദാനപുരസ്കൃതം പൂജനായോരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാ രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ. നക്തഞ്ചരേത പ്രസാദത്തിനായി രാമഭദ്രണതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. അഗ്രേ വിനീതനായി നന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തിതു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ, ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീതാ സ്വീകാര്യം. പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പുക്കറിയിക്കണം തന്നുങ്കിയാകിയ ജാനകിയോടിത്. നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായോരു മാരുതപുത്രനും രാമപാദബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം
എല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായിതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവത്. ജാനകീദേവിയും ഗൽഗത വർണ്ണേന ചൊല്ലിനാൾ, എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തതിനു യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായി അരുൾ ചെയ്താൻ, വിരയ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേവാദ്യലങ്കാരമണിയിച്ചു. ശില്പമായോരു ശിബികമേൽ ആരോപ്യമൽപുരോ ഭാഗ്യ വരുത്തുക സത്വരം. മാരുതി തന്നോടു കൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടുനേ ചെല്ലും നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാർ അണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? ഞാനുര ചെയ്തതു നിന്നോടിതെന്തടോ? ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളതതു പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും. പാദചാരേണ വരേണമെൻ നന്ദികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായോരു മായാ ജനകജ രൂപം മനോഹരം. കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടുമായാ സീതയും ശുച തൽക്ഷണേ ചൊല്ലിനാൻ, ഏതുമേ വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവം ആലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ര്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ബദ്ധാഞ്ജലിയൊടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചതെങ്കിലതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം. ആശ്രയാശൻ ജഗദാശ്രയഭൂതയാമാശ്രിത വത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ. ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ. ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്ര സന്ദർശനം. സംക്രന്ദനൻ തഥാ രാമനെ നിർജ്ജര സംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭു പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭു പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപീയൂഷവാരിധേ. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിൻചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ. ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. തുൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യുഭ
സംഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങ കപികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകേണമെന്നു കേട്ടിന്ദ്രനുമെല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചേടിനാൻ. നന്നായുറങ്ങിയുണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങുകെന്നമ്പോടു കേട്ടത. മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോടു വന്ദിച്ചു ജനകനെ ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥനൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മല മൂർത്തേ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിന്മഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശനാ കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തദാമോദേന പോവാൻ അനുവദിച്ചീടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നാൻ അമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കു വിരിഞ്ചനും. കാർത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുത. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗലസ്നാനവും ആചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനമവനോടുകൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാൽ അവൻ വന്യയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ടുണർന്നതു ഞാനിക വന്നു. സമയവും ഏറ്റമടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായികയുമില്ലമേ. സൽക്കരിച്ചിടു നീ സത്വരം എന്നുടെ മർക്കട വീരരെയൊക്കവേ സത്വരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി. അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കരിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും. കവിവീരരെ പൂജിച്ചാൽ പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനത പൗലസ്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കജ്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജാ സുഗ്രീവാ മഹാപദേ കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശാ വിഭീഷണ ലങ്കയിലാശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാൻ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു മംഗലവന്മാരഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ള വിട വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ
ജഗൽ പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ, സങ്കടം എന്നിയേ മിത്രവിയോഗജം. സേനയാസാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമന്വിതമുൽപ്പതിച്ചു തഥാ. നക്തം ജരേന്ദ്ര സുഗ്രീവാനുജ പ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാം ദേ തഥാ. മിത്രബിംബം കണക്കേ ധനദാസനും ഉത്സംഗസിംനി വിന്യസ്യ സീതാം ഭക്തവത്സലൻ. നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനേ. പശ്യത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലങ്ങു ശോണിതകർദ്ദമാം സാസ്തി പൂർണ്ണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണെടോ സാഗരെ, ഏതു ബന്ധിച്ചതതിനു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കരനേത്രേ. പുരോഭുവി കാണെടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമിമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതം നേരം. താരാതികായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടനം. കൗതൂഹലമയോധ്യാപുരിവാസിന ചേതസി ഭാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജ ദുഃഖമിന്നെന്നോളം ഇത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടങ്ങു പോകണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നുള്ളിലാകൂതമപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനേ വരും. മർക്കടവീരരും അത് കേട്ടുമോദേന കിഷ്കിന്ധമുക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകീ ദേവിയും താരാരുമാദികളോടു മോദാന്വിതം. ആലോകനാലാപമന്ദഹാസാദിഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യമനോഹരേ ദേവി വിചിത്രമാമൃശ്യമൂകാചലം. ഉത്തുംഗമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താംഗി പഞ്ചവടി നാം ഇരുന്നേടം വന്ദിച്ചു കൊൾഗസ്ത്യാശ്രമം. ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുധീഷ്ടാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതനെ നാമെടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധികരം. യമുനാതടശോഭിതം ഗംഗാനദിയതിന്നങ്ങേതതിന്നങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദിയതിനങ്ങേതു ധന്യം അയോധ്യാനഗരം മനോഹരെ. ഇത്തമരു ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ. നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ രാമയമേതുമൊന്നില്ലയല്ലീ മുനെ. മാതൃജനത്തിനും സൗഖ്യമല്ലി മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരി. നിത്യം ഭരത ശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ര്യാ. ജഡാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായി ഇരിക്കുന്നിതെപ്പോഴും. തുൽപ്രസാദത്താൽ
സാക്ഷാൽ അറിഞ്ഞിരിക്കുന്നിതു ചിൽ പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ തനന്ദൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി വർണ്ണശാലാമകം ബുക്കിതു രാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടീടിന. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാനനിരാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ച് സത്വരം ചെന്ന് നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ച നാരദം ചേതസ ധ്യാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരായി അവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്ന് മധുരമാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തം മാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുത്തായ ഗാഠമായ ലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ചിത്ര കൃപയൊടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാതരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യതം. മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ. വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ. യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൽ നിന്നാസ്ഥി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക. മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു മാരുതി വാചാക ഭരതകുമാരനും. പൂരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോട് പുണർന്നതകൽഗതവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്രിയാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവി. നന്നേരം കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്തനാശു സുമിത്രാപദബ്ജവും വന്ദിച്ചു. മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ.
ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും സുഗ്രീവനാദികളും തൊഴുതീടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു കൽപ്പാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചീടിനാൻ. രാജ്യം ത്വയാദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേനടിയൻ ഇന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭു പണ്ടേതിൽ ഇന്നു 10 മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപരേ ആനയും തേരും കുതിരയും വാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിതേ. രാജ്യാഭിഷേകം ഇവിടെയാണ് രാമായണത്തിന്റെ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തം. ശ്രീരാമൻ വന്ന് രാജ്യഭാരം ഏറ്റെടുക്കുക. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാഭിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കടക്കെ വിശേഷിച്ചു നീ മുത വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയും ഇല്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചുപോയി ചെന്നളകാപുരി ബുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു. രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു. വസിഷ്ഠമുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസരെ ഭുവിദാശരഥിയും ഇരുന്നരുളീടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽഭവ സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമാന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെയങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിനൊരുക്കിയിടുകെല്ലാം എന്നു പങ്കജലോചനാനു സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും ദദാ ശത്രുനികൃന്തകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേ വരും സംഭരിച്ചിടിനാർ. ആനന്ദചേതസ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ട് കൗതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപനായി ജാനകീദേവി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത വാനരനാരീജനത്തിനും കൗസല്യതാനാദരാൽ അലങ്കാരങ്ങൾ നൽകിയിടിനാർ. അന്നേരമത്ര സുമന്ത്രമഹാരഥം നന്നായി ചമച്ചു യോജിച്ചു നിർത്തിയിടിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോജ്യം മഹത്സ്യന്തരമേറിനാൻ. സൂര്യതനയനും അംഗതവീരനും മാരുതിതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലൻ ഗാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലാം മാറു നാഥനകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നാരദം ബിംബേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരീന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീയിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്യങ്ങളേറിനാൻ. കണ്ണിനാനന്ദപൂരം പുരുഷംബരം പുണ്യപുരുഷമാലോക്യ നാരീജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശന്മാരായി മരുവിനാൻ.
ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശന്മാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ട് വന്ദിച്ച കമ്പുക്കുമാതാവു തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരമസ്തയാ ചൊന്നാൻ അവിളംബിതം ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിനോരോ ഗൃഹങ്ങളിൽ ആക്കുക വേണം അവരെ വിരയനി എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാം മാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി 4 സമുദ്രത്തെങ്കിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുൾപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായിക്കെട്ടി വാരിയും പൂരിച്ചും കൊണ്ടുവരികൻ നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാമന്യ തീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാൻ. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടു മങ്ങന്യൂന ശോഭം ജപിച്ചാർമറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ടചാമരം വീകിനാൻ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ ക്ഷത്രിയ വീരൻ ഉപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗെ പുകഴ്ന്നു നിന്നീടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു സർമ്മരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ ക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദുർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗ സംസ്ഥയാരാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവ ബാന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടതം സേവ്യമനാമയം ഭൈത്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൾ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായ തേ നമ കുണ്ടലനാഥായ തൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ. ചന്ദ്രചൂടൻ പുകഴ്ന്നൊരു നേരം വിഭുതേന്ദ്രനും ഭക്തിയാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ. കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരനെ തൊൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചതു സൗഖ്യവും അന്നന്നിവണ്ണം ഓരോ തരം ആപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷാ ഞാൻ പറയണമോ. എല്ലാം ഭവൽ കരുണാബലമെന്നി മറ്റില്ലൊ ആലംബനം നാഥാ നമോസ്തുതി. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരമാശരവംശ വിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാണ് അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചതു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. തൊൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽ പുരുഷപ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ. ഭക്ത്യാപിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ത്തു തുടങ്ങിനാൻ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാൻ ഇന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും. ഭാഷാപിതാവായ എഴുത്തച്ഛൻ തന്നെ തൻ്റെ രാമായണ രചനയ്ക്ക് അടിസ്ഥാനമായിട്ടെടുത്തത് അധ്യാത്മരാമായണമാണ്, വാൽമീകി രാമായണമല്ല. കാരണം അധ്യാത്മരാമായണത്തിലെ രാമൻ മാനുഷിക സ്വഭാവങ്ങളുണ്ടെങ്കിലും ഈശ്വര അവതാരമാണ് എന്നുള്ളതാണ്. ആ രാമന് ഈശ്വരൻ്റെ ആ അവതാരത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ്. മഹർഷിമാരൊക്കെ ശ്രീരാമൻ ചെല്ലുമ്പോൾ തന്നെ നീ വരുന്ന കാലം ഞാൻ കാത്തിരിക്കുകയാണ്. അഹല്യ കാത്തിരിക്കുകയാണ്, ഗൗതമൻ കാത്തിരിക്കുകയാണ്, സുധീഷ്ണൻ കാത്തിരിക്കുകയാണ്, രാവണൻ പോലും കാത്തിരിക്കുകയാണ് ഈശ്വരനെ കാണാൻ.
ആ ഒരു ഭാവത്തിൽ ഭക്തിപ്രസ്ഥാനത്തെ കേരളത്തിൽ വളർത്താൻ ഭാരതത്തോളം വലുതായി കേരളം പുതുഭാഷയാൽ വാർക്കപ്പെട്ടു ചിന്തയും സംസ്കാരവും എന്ന് എഴുത്തച്ഛനിൽ വൈലോപ്പിള്ളി എഴുതിയതുപോലെ തന്നെ കേരളത്തെ ഉയർത്തുകയും ചെയ്തയാളാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഈ അധ്യാത്മരാമായണം അത്ര വിശേഷമാണ്. അത് കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നതും എന്നുള്ളത് പറയാതെ വഴി. പിന്നെ പല പല ഭാഗങ്ങൾ രാമായണത്തിൻ്റെ വൈശിഷ്ട്യം അതാണ്. പക്ഷികൾ, മൃഗങ്ങൾ, ഇതൊക്കെ ഇതിലെ പല തരങ്ങളിലുള്ള കഥാപാത്രങ്ങളാണ്. നോക്കൂ, ഇവരൊക്കെ ഈശ്വര സാന്നിധ്യമുള്ളതും പ്രകൃതിയുടെ അംശവും അങ്ങനെ പല തലത്തിലും രാമായണം വായിച്ചെടുക്കാൻ പറ്റും. ജടായുവും സമ്പാദിയും ഒക്കെ ഒരു ഭാഗത്തുണ്ട്, വാനരന്മാര് വേറൊരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ കബന്ധരെ പോലെയും ചില എന്താ പറയുക, കബന്ധരെ പോലെയൊക്കെയുള്ള ചില വികൃതരൂപികളായിട്ടുള്ള പിന്നെ രാക്ഷസന്മാരുണ്ട്. പല രീതികളിലുള്ള ജന്തു, പക്ഷി, മൃഗാദികളുടെ സഞ്ചയം തന്നെ നമുക്ക് ഇതിലൊക്കെ കാണാം. മാരീചനെ പോലെയുള്ള മാനുകളുണ്ട്. ലീലകൾ കാട്ടിലുൾപ്പിക്കും പിന്നെ എന്നുള്ളിടത്തുള്ള എഴുത്തച്ഛൻ്റെ മനോഹരമായ പ്രയോഗത്തിൽ ആ മാനിൻ്റെ ഓട്ടത്തിൻ്റെ ഭംഗി പോലും ഉണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങൾ രാമായണങ്ങളാണെങ്കിൽ എത്രയോ ഉണ്ടെന്ന് രാമായണങ്ങൾ പലവരും പിന്നെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാമനെ കൂടാതെ എന്നെങ്കിലും സീത പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ എത്രയോ രാമായണങ്ങളുണ്ടെന്നും കാണുന്നുണ്ട്. കമ്പരാമായണമുണ്ട്, വാൽമീകി രാമായണമുണ്ട്, അധ്യാത്മരാമായണമുണ്ട്, തുളസീദാസിന്റെ രാമായണമുണ്ട്, മാപ്പിള രാമായണം വരെയുണ്ട്. എത്രയെത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള രാമായണങ്ങൾ. ഇനി ഈ രാമായണത്തിന്റെ തന്നെ പുതിയ അല്ലെങ്കിൽ ഭാഗങ്ങൾ ലങ്കയിലും അതേപോലെ തന്നെ ബാലിദ്വീപിലും ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിലും പല സ്ഥലങ്ങളിലും രാമായണം പടർന്നേഷ്യയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ട് രാമായണം. അപ്പോൾ ആ രാമായണത്തെ കേരളത്തിൽ കർക്കിടക മാസത്തിലും ഇത്രയും ആദരവോടുകൂടി ജപിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. കിങ്കണാനാം കുതോ വിദ്യ, കിങ്കണാനാം കുതോ ധനം, കിമൃണാനാം കുത സൗഖ്യം, കിം ദേവാനാം കുതോ ഗതി എന്നതിനെ എഴുത്തച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാൽ കിങ്കണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ, കിങ്കണന്മാർക്കു ധനവും അതുപോലെ, കിമൃണന്മാർക്കു നിത്യസൗഖ്യവും വരാം, കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഒരു ക്ഷണത്തെ പോലും കാണാത്തവന് വിദ്യ ഉണ്ടാവില്ല, ഒരു കണത്തെ പോലും കാണാത്തവന് ധനം ഉണ്ടാവില്ല, കടമുള്ളവന് മനസ്സമാധാനം ഉണ്ടാവില്ല, ഈശ്വര വിശ്വാസം ഇല്ലാത്തവന് മോക്ഷവും ഉണ്ടാവില്ല. ആ ഈശ്വരനിലേക്കുള്ള പല രീതിയിലുള്ള വഴികളിൽ ഒന്നാണ് രാമായണം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോഴും രാമായണം പാരായണം ചെയ്യുക എന്നുള്ളത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഈ മാസമെങ്കിലും അത് പാരായണം ചെയ്യാനും അതിന് ഇത്തരമൊരു വേദിയിൽ ഈ ഒരു A1 TV-യുടെ ഈ ഒരു വേദിയിൽ പരിസമാപ്തി കുറിക്കാനും കിട്ടിയ അവസരം ഒരു ഈശ്വരാനുഗ്രഹം മാത്രമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ, കേൾക്കിൽ സുഖിയായി വരും അവൻ, ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം.